ഹലോ, അറ്റ്ലസ്മിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഭിജ്ഞ. കുഞ്ഞാറ്റെന്ന് വന്നില്ല, പുള്ളിക്കാർക്ക് ഒരു ഡേ ഓഫ് ആണെന്നൊക്കെ പറഞ്ഞു, എവിടേക്കോ പോകാനുണ്ട്, ആരൊക്കെയോ കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അതുകൊണ്ട് പുള്ളിക്കാരി ഇന്ന് വന്നില്ല. അതേപോലെ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ DIY ആണ്. എങ്ങനെ ഒരു ചെറിയ കൊച്ചു വീട് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതുപോലെ നമുക്ക് ഒരു ചെറിയ കൊച്ചു വീട്, അധികം മെറ്റീരിയൽസ് ഒന്നും വേണ്ട, ഒരു ഐസ്ക്രീം വാങ്ങിയാൽ മതി, പിന്നെ ഗ്ലൂ ആണ് വേണ്ടത്, വേറെ ഒന്നും വേണ്ട. നമുക്ക് എളുപ്പമാണ് ഈ വീട് ഉണ്ടാക്കാൻ. ഇപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ എങ്ങനെയാണ് വരേണ്ടതെന്ന് നമുക്ക് ഇന്ന് നോക്കാം. അപ്പോൾ അതേപോലെ എൻ്റെ കഴിഞ്ഞ വീഡിയോസ് ഒന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പോയി കാണുക. അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി. പിന്നെ ബെല്ലൈക്കൺ അടിച്ചെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇത് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ കൂടി ഇതിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതൊരു എലിമെൻ്റ് ആയിട്ടാണ് വരുന്നത്, കുറച്ചും കൂടി മിനിയേച്ചർ സൈസിൽ. അത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ നാല് സെപ്പറേറ്റ് വീഡിയോ ഇടാൻ, ഇല്ലെങ്കിൽ ആ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. അതൊന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ആക്കിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഈ വീഡിയോ നോക്കാം. ആദ്യം നമ്മളൊരു വീടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വീടുണ്ടാക്കാനാണ് പോകുന്നത്. വലിയ എക്സ്പെൻസ് ഒന്നുമില്ല, സാധാരണ വീടുണ്ടാക്കാൻ ലക്ഷങ്ങളാണ്. ഇതിന് വലിയ എക്സ്പെൻസ് ഒന്നുമില്ല. 20 റുപ്യേൻ്റെ ഒരു ഐസ്ക്രീം വാങ്ങിയാൽ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ ജസ്റ്റ് സ്ട്രക്ചർ എന്താണെന്ന് കാണിക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു വീടാണ്, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു ഔട്ടർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ 3D വ്യൂ, അതായത് ഇപ്പോൾ സൈഡ് എത്രത്തോളം ഇതാണുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ എങ്ങനത്തെയൊക്കെ പീസ് എത്രയ്ക്കാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു ട്രയാങ്കിളും റെക്റ്റാങ്കിളും വരുന്നതിൻ്റെ 2 പീസ്, അത് കഴിഞ്ഞാൽ സ്ക്വയറോ റെക്റ്റാങ്കിളോ നിങ്ങൾക്ക് എങ്ങനത്തെ ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 4 പീസ് വേണം. അപ്പോൾ അത് വോൾ മാത്രമാണ് ഇപ്പോൾ അത്രയും പീസ്, 6 പീസ് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ റൂഫിങ് അതേപോലെ റെക്റ്റാങ്കിൾ ആയിട്ടുള്ള 2 പീസ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന വീടിൻ്റെ സൈസ് അനുസരിച്ച് സൈസുകൾ മാറും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പീസും കൂടി വേണം. മൊത്തത്തിൽ ഏകദേശം ഒരു 9 പീസാണ് വേണ്ടത്. പിന്നെ അതുകൂടാതെ ചിമ്മിനീൻ്റെ ചെറിയൊരു കഷ്ണം മതി. അപ്പോൾ ഇതാണ് നമ്മൾ വീട് ഉണ്ടാക്കിയത്. കണ്ടോ, അതിൻ്റെ മുൻഭാഗത്തും പിൻഭാഗത്തെയും ട്രയാങ്കിളും റെക്റ്റാങ്കിളും പോലെ ഒരു പീസ്. അത് കഴിഞ്ഞ് ബാക്ക് സൈഡിൽ ഫ്രണ്ട് സൈഡിൽ വരുന്ന 4 പീസുകൾ. പിന്നെ റൂഫിങ്ങിന് വരുന്ന 2 പീസുകൾ. അത് കഴിഞ്ഞ് ഫ്ലാറ്റായിട്ട് സ്ലാബ് വരുന്ന 1 പീസും. പിന്നെ ചിമ്മിനീൻ്റെ ചെറിയൊരു കഷ്ണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇത് വലിയൊരു മോഡൽ ഞാൻ ഉണ്ടാക്കിയാണ്. ഇത് നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റും. ഇത് കുറേ മുന്നേ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ആ ചെറിയ മോഡലിനെക്കാട്ടും കുറച്ചും കൂടി വലിയതാണ് ഇത്. അപ്പോൾ കുറച്ചും കൂടി സാധനം വേണ്ടി വരും. 2 ഐസ്ക്രീം സ്റ്റിക്ക് മിനിമം വേണ്ടി വരും ആ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഇപ്പം ബേസിക് ഔട്ട്ലൈൻ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒരു ടൈം ലാപ്സ് പോലെ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള വീഡിയോ ആണിത്. പിന്നെ ഒട്ടിക്കുമ്പോൾ അതേപോലെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള വല്ല സൂപ്പർ ഗ്ലൂവോ അത് വെച്ച് ഒട്ടിക്കുക. അങ്ങനെ സാധാ ചെറിയ ഗ്ലൂ ഒന്നും വെച്ച് ഒട്ടിക്കാൻ നിൽക്കണ്ട. ഇത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോട്ട് വാർണിഷ് അടിക്കാം, കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഇത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ടെറേറിയത്തിലാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. അതിൻ്റെ മുന്നേ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിഞ്ഞെങ്കിൽ അല്ലേ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ പറ്റിയ ഐഡിയയാണ് വീടുണ്ടാക്കാനൊക്കെ. എന്തെങ്കിലും അലങ്കരിക്കാനാണെങ്കിലും വീട്ടിലുണ്ടാക്കി വെക്കാനാണെങ്കിലും ഇപ്പോൾ ഈ മിനി ഫെയറി ഗാർഡനൊക്കെ ഉണ്ടാക്കുമല്ലോ, അതേപോലെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വീടൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയ ഐഡിയ ആണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ, ബൈ.